ക്വാറി ക്രഷർ ഉടമ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി എസ് ദീപുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ പൊള്ളാച്ചിയിലേക്ക് പുറപ്പെട്ട ദീപുവിനെ കളിക്കാവിളയിൽ വെച്ച് കാറിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഗുണ്ട ചൂഴാറ്റുകോട്ട അമ്പിളിയും ഭാര്യയും തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൊലപാതകത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൊല്ലപ്പെട്ട ദീപു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകമാണോ എന്ന സംശയവും പോലീസിനുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത അമ്പിളി 2 കൊലക്കേസിൽ പ്രതിയാണ്. എന്നാൽ കഴിഞ്ഞ 6 വർഷമായി കേസുകളൊന്നുമില്ല. കരൾ രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ അമ്പിളിക്കുണ്ട്. കൊലപാതകം അമ്പിളിക്ക് തനിച്ച് നടത്താനാകുമോ എന്ന സംശയവും പോലീസിനുണ്ട്. മാത്രമല്ല, അമ്പിളിക്ക് വാഹനം ഓടിക്കാൻ അറിയില്ല. വാഹനത്തിൻ്റെ ബോണറ്റ് ഉയർത്തി ഇൻഡിക്കേറ്ററുകളെല്ലാം ഓണാക്കിയ നിലയിലാണ് പോലീസ് വാഹനം കണ്ടെത്തിയത്. ഇതൊക്കെ ചെയ്യാൻ വാഹനം ഓടിക്കാൻ അറിയാത്ത അമ്പിളിക്ക് സാധിക്കുമോ എന്ന സംശയവും പോലീസിനുണ്ട്. അമ്പിളിക്ക് സ്വന്തമായി മൊബൈൽ ഫോണില്ല. തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്പിളിയുമായി ദീപു മണിക്കൂറുകളോളം സംസാരിച്ചെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അമ്പിളി അടിക്കടി മൊഴിമാറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. ഇതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. അമ്പിളി ദീപുവിൻ്റെ പരിചയക്കാരനായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായിരുന്ന ഇയാൾ ജയിൽ മോചിതനായ ശേഷം പശു വളർത്തൽ ഉൾപ്പെടെയുള്ളവയാണ് ചെയ്തിരുന്നത്. ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്നാണ് അമ്പിളി പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാറിലുണ്ടായിരുന്ന പണത്തെക്കുറിച്ചും അമ്പിളി പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല. അമ്പിളി സ്ഥിരമായി ദീപുവിൻ്റെ അടുത്തെത്തി പണം വാങ്ങിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയും അമ്പിളി ദീപുവിൻ്റെ ക്വാറിയിലെത്തി പണം ആവശ്യപ്പെട്ടതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിൽ എന്തിനാണ് ദീപു അമ്പിളിയെ ഒപ്പം കൂട്ടിയതെന്ന സംശയത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൊലയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. യാത്ര പോകുന്നതിന് മുമ്പ് ദീപു സുഹൃത്തിനെ ഫോണിൽ വിളിച്ചിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് JCB ഡ്രൈവർ കയറുമെന്നാണ് ദീപു സുഹൃത്തിനോട് പറഞ്ഞത്. എന്നാൽ ഡ്രൈവറിന് പകരം അമ്പിളിയാണ് കാറിൽ കയറിയത്. ഇതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദീപുവിൻ്റെ കാറിൽ നിന്ന് 10 ലക്ഷം രൂപ കാണാതായിട്ടുണ്ട്. ഇതും സംഭവത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സാധാരണ യാത്രകളിൽ അമ്പിളിയെ കൂടെ കൂട്ടാറില്ല. ഈ യാത്രയിൽ എന്തിനാണ് അമ്പിളിയെ കൂടെ കൂട്ടിയെന്നതിനെക്കുറിച്ചും വ്യക്തത വരുത്തേണ്ടതുണ്ട്. യാത്രയിൽ സ്ഥിരമായി കൂടെ കൂട്ടിയിരുന്ന ക്രഷർ മാനേജർ അനിൽകുമാറിനെ ആ യാത്രയിൽ ദീപു ഒപ്പം കൂട്ടിയിരുന്നില്ല. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന ദീപുവിൻ്റെ ഇൻഷുറൻസ് പോളിസികൾ സംബന്ധിച്ചും തമിഴ്നാട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ദീപു വീടിൻ്റെ ഒരു ഭാഗത്ത് താമസിച്ച ശേഷം മറ്റു ഭാഗങ്ങൾ സീരിയൽ ഷൂട്ടിങ്ങിന് വാടകയ്ക്ക് കൊടുത്തിരുന്നു. നാഗർകോവിൽ തിരുവനന്തപുരം ദേശീയപാതയിൽ കളിയിക്കാവിള ഒറ്റാമരത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപം തിങ്കളാഴ്ച അർദ്ധരാത്രിയാണ് ദീപുവിനെ കഴുത്തറുത്ത് കൊന്നത്. തെർമോക്കോൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ചാണ് ദീപുവിനെ കഴുത്തറുത്തതെന്നാണ് സൂചന.